നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് വൺ പരീക്ഷ പബ്ലിക് എക്സാം എഴുതി കഴിഞ്ഞ വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് 100% ഉപകരിക്കുന്നതാണ്. തീർച്ചയായും എല്ലാ പ്ലസ് വൺ വിദ്യാർത്ഥികളും ഈ വീഡിയോ കാണണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി എന്താണ് ആ വിഷയം എന്ന് നോക്കാം. നിങ്ങൾ പ്ലസ് വണ്ണിൽ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർക്കും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടാകും. അതായത് എത്ര മാർക്കൊക്കെ നമുക്ക് ഓരോ വിഷയത്തിൽ കിട്ടുമെന്നുള്ളത്. പ്രത്യേകിച്ച് സയൻസ്, കൊമേഴ്സ് വിഷയങ്ങളൊക്കെ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഓരോ വിഷയത്തിലും എത്രത്തോളം നമുക്ക് മാർക്ക് നേടാനാവുമെന്നും ഏതൊക്കെയാണ് മാർക്ക് കുറഞ്ഞു പോവുക എന്നൊക്കെ നിങ്ങൾ ചിലരെങ്കിലും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് വീണ്ടും ആ തോറ്റ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ വിഷയം വീണ്ടും ഒന്ന് എഴുതിയെടുത്ത്, അതായത് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിലൂടെ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഈ വർഷം നിങ്ങൾ പരീക്ഷയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പ് വരെ നിങ്ങളുടെ ടീച്ചേഴ്സ്, അതാത് സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചേഴ്സും ക്ലാസ് ടീച്ചേഴ്സ് എല്ലാം നിങ്ങളോട് ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. പ്ലസ് വണ്ണിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കണം. മാക്സിമം മാർക്ക് സ്കോർ ചെയ്തില്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതിയെടുക്കുന്നതിൽ നിന്ന് നമുക്ക് പരാജയം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകും. എന്നാൽ ഇന്ന് നമ്മൾ ഇതിനെ കൂടുതൽ മനസ്സിലാക്കാനാണ് പോകുന്നത്. ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ പ്ലസ് വണ്ണിൽ ഒരു വിദ്യാർത്ഥിക്ക് അയാളുടെ വിഷയങ്ങളിൽ 80-ലാണെങ്കിൽ 24 മാർക്ക് മിനിമവും, അതുപോലെ 60-ലാണെങ്കിൽ 18 മാർക്ക് മിനിമവും നേടാൻ സാധിക്കാതെ വന്നാൽ പ്ലസ് വൺ വിഷയങ്ങൾ ഏതാണോ അങ്ങനെ വന്നിട്ടുള്ളത് ആ വിഷയങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങുന്നതിന് വേണ്ടി പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് നടക്കുന്ന പ്ലസ് വൺ പരീക്ഷയ്ക്ക് പറയുന്ന പേരാണ് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ. അപ്പോൾ ഇതിൻ്റെ കാര്യം മനസ്സിലാക്കുക. പ്ലസ് വണ്ണിൽ നമ്മൾ എഴുതാത്ത വിഷയമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ മിനിമം മാർക്ക് നേടാൻ കഴിയാതെ പോയ വിഷയമോ അല്ലെങ്കിൽ മിനിമം മാർക്ക് നേടിയിട്ടും A+ ആഗ്രഹിച്ചു അല്ലെങ്കിൽ ഫുൾ മാർക്ക് ആഗ്രഹിച്ച ഒരു കുട്ടിയെ, അങ്ങനെയുള്ള കുട്ടികൾക്കോ അവരുടെ ആ ഏത് വിഷയമാണോ അതിൽ മാർക്ക് കൂട്ടി വാങ്ങാൻ വേണ്ടി നടത്തുന്ന ഒരു പരീക്ഷയാണിത്. എന്നാൽ ഈ പറഞ്ഞ പോലെ പരീക്ഷ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് കഴിഞ്ഞ വർഷം വരെ നടന്നിരുന്നത്. ആ സമയത്ത് പരീക്ഷ നടത്താൻ നമ്മളുടെ റിസൾട്ട് ഏകദേശം ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ആയിട്ടാണ് വരിക. അതായത് പ്ലസ് ടു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരുന്നത്. അവിടെ വെച്ച് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുകയും സെപ്റ്റംബർ ഒക്ടോബറിൽ നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്യുകയാണ് പതിവ്. എന്നാൽ ഈ വർഷം മുതൽ 2024 മുതൽ ഈ സെപ്റ്റംബർ ഒക്ടോബറിൽ നടക്കുന്ന ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ഉണ്ടാവില്ല. ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ഉണ്ടാവും, പക്ഷേ സെപ്റ്റംബർ ഒക്ടോബറിൽ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ഉണ്ടാവില്ല. ആ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ നടക്കുന്നത് പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാം, അതായത് ഇപ്പോൾ നിങ്ങൾ പ്ലസ് വൺ കഴിഞ്ഞു പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരിക. പ്ലസ് വണ്ണിൽ തോറ്റിട്ടുണ്ടെങ്കിൽ, മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂട്ടി വാങ്ങാൻ വേണ്ടിയുള്ള ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ പ്ലസ് ടു പരീക്ഷ, കൊല്ലപ്പരീക്ഷ നടക്കുന്ന സമയത്ത് തന്നെയാണ് പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയും ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ആ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല എന്ന് സാരം. അതായത് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് മുൻപേ ചെയ്താൽ, അതായത് പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ നമ്മൾ എഴുതി തോൽക്കുകയോ മാർക്ക് കുറയുകയോ ചെയ്ത്
വീണ്ടും നമ്മൾ സെപ്റ്റംബർ ഒക്ടോബറിൽ അത് എഴുതുകയാണ്. അങ്ങനെ എഴുതി നമ്മൾ +2 പബ്ലിക് എക്സാം എഴുതാൻ പോകുന്നതിന് മുൻപ് തന്നെ +1ൻ്റെ റിസൾട്ട്, അതായത് ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ട് വരും. അപ്പോൾ നമുക്ക് ആ എഴുതിയെടുത്ത പേപ്പർ കൂടുതൽ മാർക്ക് നേടാനായോ, അല്ലെങ്കിൽ വീണ്ടും കുറഞ്ഞു പോയോ, അല്ലെങ്കിൽ പഴയ മാർക്ക് തന്നെയാണോ നിലനിൽക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ +2 പബ്ലിക് എക്സാം എഴുതുന്നതിന് മുൻപ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇനി നടക്കാനിരിക്കുന്ന ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ മാർച്ചിൽ നടക്കുന്നത് കൊണ്ട് ആ പരീക്ഷയ്ക്ക് നമുക്ക് എത്ര മാർക്ക് കിട്ടുമെന്നോ ജയിക്കുകയോ തോൽക്കുകയോ തുടങ്ങിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും യാതൊരു അറിവും നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ +2 നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് ഒരു തീരുമാനത്തിലെത്താനും കഴിയില്ല. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ +1ൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ഉണ്ട്, പക്ഷെ അത് നടക്കുന്നത് മാർച്ചിലാണ്. നടക്കുന്നത് കൊണ്ട് വലിയ ഗുണമൊന്നും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവില്ല. കാരണം അതിൻ്റെ റിസൾട്ട് നമുക്ക് മുമ്പേ അറിയാൻ കഴിയില്ല. മുമ്പേ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് +2വിൽ നന്നായി പഠിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് +2 പബ്ലിക് എക്സാം പഠിക്കുന്നതോടൊപ്പം തന്നെ +1ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് അപേക്ഷ കൊടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ അതുകൂടി വീണ്ടും പഠിക്കേണ്ടതുണ്ട്. ഒരേ സമയം 2 കാര്യങ്ങൾ പഠിച്ചു നോക്കേണ്ടതുണ്ട്, പോവേണ്ടതുണ്ട്. പരീക്ഷ നടക്കുന്നത് 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കാം. അത് കൃത്യമായിട്ടുള്ള അതിന് വിവരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല, സർക്കുലറൊന്നും വന്നിട്ടില്ല എങ്ങനെയാണ് ആ പരീക്ഷ നടത്തുക എന്നതിനെ സംബന്ധിച്ച്. പക്ഷെ മാർച്ചിലാണ് നടത്തുന്നത് എന്ന് കഴിഞ്ഞ വർഷം, അല്ലെങ്കിൽ ഈ വർഷത്തിലെ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വിദ്യാർത്ഥികൾക്ക് മുന്നിലുണ്ട്. അപ്പോൾ എന്തായാലും +1ൽ ഇപ്പോൾ നിങ്ങൾ പഠിച്ചെഴുതിയ പേപ്പർ നന്നായിട്ട് മാർക്ക് കിട്ടും എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനില്ല. ഉഴപ്പി നടന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ +1ലെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ എന്ന് ആശ്വസിച്ച് നടന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് വിയർക്കേണ്ടി വരും. കാരണം ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് ഈ പരീക്ഷകളൊക്കെ നടക്കാൻ പോകുന്നത്. ഇനി അതുമല്ലെങ്കിൽ അത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ +2 നന്നായിട്ട് പഠിക്കേണ്ടി വരും. +2 എന്ന് പറയുന്ന ഭാഗം +1 എന്ന് പറയുന്നതിനേക്കാൾ കടുകട്ടിയായിട്ടുള്ള കാര്യമാണ്. +1ൽ പഠിക്കുന്നതിനേക്കാൾ എത്രയോ പ്രയാസമേറിയ തിയറികളും കാര്യങ്ങളുമാണ്, ടോപ്പിക്കൊക്കെയാണ് നമുക്ക് +2വിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭീതിപ്പെടുത്തുകയല്ല, കൃത്യമായിട്ടുള്ള ഒരു വിവരം നിങ്ങളിലേക്ക് കൈമാറി എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. മുൻപ് പഠിച്ചു പോയ വിദ്യാർത്ഥികൾക്ക് വരെ അറിയാം, ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ നേരത്തെ നടന്നിട്ട് പോലും അത് കൃത്യമായ രീതിയിൽ പഠിച്ചെഴുതാൻ കഴിയാതെ, അതിന് ഉയർന്ന മാർക്ക് നേടാൻ സാധിക്കാതെ +2വിൽ എത്തി വീണ്ടും പരാജയപ്പെട്ട് വീണ്ടും +1ഉം +2ഉം സേ എഴുതി ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മുടെ വിദ്യാർത്ഥികൾ, മുൻപേ പോയവർ നമുക്കിടയിലുണ്ട്. അവരിപ്പോഴും ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയും അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റ് എക്സാം എന്നൊക്കെ പറഞ്ഞ് ഓരോ വർഷവും മുന്നോട്ട് പോകും തോറും പുതിയ പുതിയ വർഷത്തെ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ട്രാപ്പിലേക്കൊന്നും പോവാതെ കൃത്യമായിട്ടുള്ള ക്രമീകരിച്ചുള്ള പഠനം, സമയം കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പഠനം, അതായി നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനനുസരിച്ച് എല്ലാവരും അവനവൻ്റെ സമയം ക്രമീകരിക്കുക. എല്ലാവർക്കും വിജയം നേരുന്നു. നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.